കേരള രാഷ്ട്രീയത്തിൽ എന്നും ശ്രദ്ധാകേന്ദ്രമായിരുന്നു PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ. 2016 നിലമ്പൂർ മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം കൂടെ കൂട്ടിയതാണ് അൻവറിനെ. 2 തവണ മണ്ഡലം ചുവപ്പിച്ച അൻവർ പാർട്ടിയോടും മുന്നണിയോടും തെറ്റിപ്പിരിഞ്ഞാണ് ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ CPIM-ന്റെ അടിവേരിളക്കിയ മമതാ ബാനർജിയുടെ കേരള ദൌത്യത്തിന്റെ അമരത്താണ് ഇനി അൻവറിന്റെ പുതിയ റോൾ. ഏറനാടൻ രാഷ്ട്രീയക്കളരിയിൽ പടവെട്ടി സ്വന്തം ഇടമുണ്ടാക്കിയ നേതാവ്. കുടുംബത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ കോൺഗ്രസുകാരനായി തുടങ്ങി. 2011 ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലും പോരിനിറങ്ങി. തോറ്റെങ്കിലും പ്രബലരായ രാഷ്ട്രീയ മുന്നണികൾക്കെതിരെ നടത്തിയ ഒറ്റയാൾ പോരാട്ടം വളരെ വേഗത്തിൽ PV അൻവറിനെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാക്കി. ആര്യാടൻ പ്രതാപത്തിൽ വലത്തോട്ട് മാത്രം ചാഞ്ഞിരുന്ന നിലമ്പൂർ മണ്ഡലം പിടിക്കാൻ 2016 ഇടതുപക്ഷം കണ്ടെത്തിയ വജ്രായുധമായി പിന്നെ അൻവർ. മലപ്പുറത്തെ സ്വതന്ത്രരെ നിർത്തിയുള്ള CPIM പരീക്ഷണങ്ങളിലെ വിജയ അധ്യായം. 2021 വിജയ തുടർച്ച. പാർട്ടി അംഗമായില്ലെങ്കിലും സൈബർ ഇടങ്ങളിൽ സഖാക്കളുടെ ശബ്ദമായി പിന്നെ അൻവർ. എതിരാളികളെ ഒരു മയവുമില്ലാതെ വിമർശിക്കുന്ന അൻവർ ശൈലിക്ക് കടന്തലുകളുടെ രാജാവ് എന്ന വിളിപ്പേരും ഒരു ഘട്ടത്തിൽ കിട്ടി. രണ്ടാം പിണറായി സർക്കാർ അവസാന ലാപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പാർട്ടിയും മുന്നണിയുമായി അൻവർ ഇടയുന്നത്. പോലീസിനെയും പാർട്ടിയെയും തിരുത്താനിറങ്ങിയ അൻവർ ഒടുവിൽ സ്വയം പുറത്തേക്ക്. ADGP MR അജിത് കുമാറിനെതിരെ തുടങ്ങിയ യുദ്ധം ഒടുവിൽ P ശശിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും തിരിഞ്ഞു. ഇടതുപാളയം വിട്ടുവന്നെങ്കിലും മുൻപ് തങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിച്ചിരുന്ന അൻവറിനെ മുന്നണിയിലെടുക്കണമോ എന്നതിൽ UDF പാളയത്തിൽ മുറുമുറുപ്പ് തുടർന്നു. എങ്കിലും ഒറ്റയാൾ പോരാട്ടം തുടർന്ന അൻവർ മലയോര കർഷകരുടെ ശബ്ദമായി മാറാനുള്ള ശ്രമം ആരംഭിച്ചു. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തിന്റെ പേരിൽ 18 മണിക്കൂർ ജയിൽവാസം അൻവറിന്റെ രാഷ്ട്രീയ ഗ്രാഫ് തന്നെ തിരുത്തിക്കുന്നതായി. ഒടുവിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയും പോലെ ബംഗാളിൽ CPIM-ന്റെ അടിവേരിളക്കിയ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന പൂഴിക്കടകൻ. കാലാവധി അവസാനിക്കാൻ 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ ഒടുവിൽ MLA സ്ഥാനവും ഇന്ന് രാജിവെച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.